എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശനിയാഴ്ച രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ശനിയാഴ്ച രാവിലെ ഷാനു ഇക്കയും കൂടെ കോഴിക്കോടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഷാനുവിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം സംബന്ധിച്ച്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനൊരു 7:30 ആയപ്പോൾ അടുക്കളയിലേക്ക് വന്ന് ചായയൊക്കെ വെക്കാനായിട്ട് ഇതാ പാൽ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അവർ രാവിലെ ഒരു ഗ്ലാസ് ചായയും ബ്രെഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരാവിലെ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് പറ്റൂലല്ലോ. അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നിട്ട് ഞാൻ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ചായ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ആദ്യം ജഗ്ഗിലേക്ക് കുറച്ച് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. മൈദ കുറച്ച് വെള്ളത്തിൽ നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് കുഞ്ഞിതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ദോശ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് കട്ടിയിലാണ് പരത്തി എടുക്കുന്നുണ്ട്. നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഈ ഒരു മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ആ ഫില്ലിങ് ഇതിൻ്റെ നടുക്കിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഇതുപോലെ ഒന്ന് 4 വശം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് റോൾ ചെയ്ത് എടുക്കും കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റിലായിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് നെയ്യും കൂടി ഒന്ന് ലാസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനിതിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കട്ടിയില്ലാണ്ട് ചുട്ടെടുക്കാം കേട്ടോ, എന്നാലും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. പിന്നെ ഉച്ചേൻ്റെ മുന്നേ തന്നെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളും ആങ്ങളുടെ മക്കൾക്ക് 2-3 ദിവസം സ്കൂളില്ലല്ലോ, മദ്രസൊക്കെ ലീവായത് കാരണം എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ദൂരെ എങ്ങോട്ടൊന്നും പോകുന്നില്ല. ആങ്ങളുടെ റിസോർട്ടിൽ അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് അടുക്കളയിലേക്ക് കയറാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ പുറത്തു കൂടെ ഒക്കെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞുകൊണ്ട് കിടക്കും കേട്ടോ. അങ്ങനെ മുറ്റത്ത് നല്ലൊരു 2 പേരക്കമരമുണ്ട്, വലിയ പേരക്കായിട്ടുള്ള 2 മരം. അപ്പോൾ പേരക്കൊക്കെ പറിച്ച് കഴിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ നാത്തോന്. പിന്നെ അവൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സലാഡൊക്കെ. പിന്നെ അതൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയതിന് ശേഷം ഞങ്ങൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ റിസോർട്ടിലേക്ക് പോയത്. എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലമാണെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല, മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ആ ഒരു കാഴ്ചകളും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന കാഴ്ചകളും എന്താ പറയുക, ഓർത്ത് വെക്കാനുള്ള ഓരോരോ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.